എനിക്കേ അറിയൂ നിങ്ങളുടെ വിഷമം എന്താണെന്ന്. എന്തിന് ചെല്ലക്കിളി നീ വിഷമിക്കുന്നത്? കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി കേസ് നടത്തുന്നതിൽ ഭൂരിഭാഗം ആണുങ്ങളും ഒരു സമാധാനവും കിട്ടാതെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് കേസിന് പറഞ്ഞ ആണും പെണ്ണൊന്നുമല്ല, അവർക്കൊക്കെ ഉണ്ടായതേ ഇതുപോലത്തെ ജന്മങ്ങളാണ്. അതുകൊണ്ട് ഒരു രീതിയും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ പിരിഞ്ഞു പൊയ്ക്കോണം, അല്ലെങ്കിൽ മരിക്കുന്നവരെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റാതെ എരിഞ്ഞു തീരും. പല കോടതികളും അച്ഛൻ്റെ വികാരം എന്താണെന്ന് പോലും പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒട്ടും വേവലാതി വേണ്ട. കുട്ടിയുടെ കസ്റ്റഡിയെക്കുറിച്ച് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഹൈക്കോടതികൾ പറഞ്ഞ പ്രധാനപ്പെട്ട 5 വിധികളാണ് നിങ്ങൾക്കിന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഒരു സുപ്രധാന വിധി എന്ന് പറയുന്നത്, ഒരു ഫാദറിൻ്റെ വിസിറ്റേഷൻ റൈറ്റ്, അതായത് കുട്ടിയെ കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് കോടതിയുടെ ഒരു ഔദാര്യമല്ല, അത് ആ ഒരു അച്ഛൻ്റെ അവകാശമാണ്. സുപ്രീം കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിധിയുണ്ട്. ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അമ്മയുടെ അടുത്തായിരിക്കും കുട്ടിയുള്ളത്, പക്ഷെ അമ്മയ്ക്ക് വിദേശത്തൊക്കെ ജോലി കിട്ടി പോകുമ്പം മുത്തച്ഛൻ്റെയും മുത്തച്ഛയുടെയും കൂടെ കുട്ടി വളരും. അപ്പോൾ ഈ കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ പറയാം, അപ്പൂപ്പനും അമ്മൂമ്മയുടെ അടുത്താണ് കൊച്ചിന് കൂടുതൽ സ്നേഹം, അവരുടെ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ ഭാര്യ പറയുമ്പോൾ ഈ കോടതി പറഞ്ഞിരിക്കുന്നത്, ബയോളജിക്കൽ ഫാദർ, സ്വന്തം തന്തയുടെ അവകാശത്തെ കഴിഞ്ഞേ ഉള്ളൂ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും. അച്ഛന് കൊടുക്കാതെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൊടുക്കുന്നത് പറയുന്നത് ഒരു ഇലീഗൽ കസ്റ്റഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മമാർക്കല്ലേ കുട്ടികളെ കൊടുക്കൂ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ അച്ഛന് കൊടുക്കൂ, അമ്മയ്ക്കല്ലേ കൊടുക്കൂ, അമ്മയല്ലേ കൂടുതൽ വാരി ചൊരിയുന്നത്, വാരി കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് തെറ്റാണടേ. കുട്ടിയോടുള്ള സ്നേഹവും അവരോടുള്ള വാത്സല്യവും എന്ന് പറയുന്നത് ഒരു ജെൻഡർ ബേസ്ഡ് അല്ല, സ്ത്രീകൾക്ക് മാത്രം ഉള്ളതല്ല, അമ്മയ്ക്ക് മാത്രം ഉള്ളതല്ല. കുട്ടികളുടെ അടുത്തുള്ള സ്നേഹവും വാത്സല്യം അത് അച്ഛൻ അവകാശപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അവൻ്റെ വെൽഫെയർ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടി ചേരുമ്പോഴുള്ളതാണ്. അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അച്ഛൻ്റെ അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വീണ്ടും എടുത്ത് പറയുകയാണ്. ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസ്, ഒരാൾ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, ഒരാൾ ഇന്ത്യയിലായിരിക്കും, ഒരാൾ എറണാകുളത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള വിസിറ്റേഷൻ, അതായത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കുട്ടിയുമായിട്ട് കാണേണ്ടത് ഒരു ഫാദറിൻ്റെ അവകാശമാണ്. അതൊരിക്കലും അമ്മയ്ക്ക് മാത്രമായിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ഉഗ്രവിധിയും കൂടെ ഉണ്ടായിട്ടുണ്ട്. എനിക്കേ അറിയൂ നിങ്ങളുടെ വിഷമം എന്താണ്. എന്തിന് ചെല്ലക്കിളി നീ വിഷമിക്കുന്നത്? ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന്, വാ തന്നെന്ന്.